കൊല്ലം ജവഹർ ബാലഭവനിൽ 2.88 കോടിയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം. ബാലഭവൻ, സുവർണ ജൂബിലി സ്മാരക, ബഹുനില ആസ്ഥാന മന്ദിരം, ഓഡിറ്റോറിയം നവീകരണം, മിനി തിയേറ്റർ എന്നിവയാണ് നവീകരിക്കുന്നത്. കൊല്ലം ജവഹർ ബാലഭവനിൽ 2.88 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനമാണ് നടന്നത്. ബാലഭവന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സജീവ പിന്തുണ നൽകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. 2 കോടി രൂപ ചെലവിൽ ബാലഭവൻ, സുവർണ ജൂബിലി സ്മാരക, ബഹുനില ആസ്ഥാന മന്ദിരം, ശീതീകരണം ഉൾപ്പെടെ ഓഡിറ്റോറിയത്തിന്റെ നവീകരണം, കുട്ടികളുടെ മിനി തിയേറ്റർ എന്നിവയാണ് നിർമ്മിക്കുന്നത്. കേരളീയ വാസ്തുശില്പ മാതൃകയിൽ 3 നിലകളിലായാണ് ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നത്. 7238 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ഓപ്പൺ എയർ സ്റ്റേജ്, സ്റ്റാഫ് റൂം, ചെയർമാന്റെ ഓഫീസ് മുറി, 2 ക്ലാസ് മുറികൾ, സന്ദർശക മുറി, ബോർഡ് റൂം എന്നിവയൊരുക്കും. 2ാം നിലയിൽ 6 ക്ലാസ് മുറികളും കുട്ടികളുടെ ലൈബ്രറിയും, 3ാം നിലയിൽ 6 ക്ലാസ് മുറികളും സമ്മേളന ഹാളും ബാൽക്കണിയുമാണ് സജ്ജീകരിക്കുന്നത്. ഓരോ നിലകളിലും ടോയ്ലറ്റ് സൗകര്യവും ഉണ്ടാകും. 60 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ഓഡിറ്റോറിയത്തിൽ ശീതീകരണം ഉൾപ്പെടെയുള്ള നവീകരണ പദ്ധതികൾ നടപ്പാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനാണ് മിനി തിയേറ്ററിന്റെ നിർമ്മാണ ചുമതല. 28.88 ലക്ഷം രൂപയാണ് പദ്ധതി വിഹിതം. M. നൌഷാദ് MLA അധ്യക്ഷത വഹിച്ചു. ഭയങ്കര സ്ട്രെയിനാണ്. കണ്ണൂർ മുതൽ ഇങ്ങോട്ടുള്ളവരെല്ലാം മന്ത്രിയെടുത്ത് നേരിട്ട് വന്ന് പറഞ്ഞാൽ 24 മണിക്കൂറല്ലേ ഉള്ളൂ. ഒരു ഫയല് എല്ലാരും നേരിട്ടങ്ങ് വിളിക്കുന്നു, വന്ന് കാണുന്നു, മറ്റത് പരിഹരിച്ചു തരണം, ഇത് പരിഹരിച്ചു തരണം എന്ന് പറയത്തില്ലേ സാറേ? അത് സ്വാഭാവികമാണ്. അപ്പൊ അതിനെല്ലാം അതിജീവിച്ചിട്ടാണ് ഇതിനെല്ലാം ഓടിയെത്തുന്നത്. ഈ ഓടിയെത്തുമ്പോഴും ഞാനിപ്പോ കൂടെ യാത്ര ചെയ്തപ്പോ മനസ്സിലാക്കിയത്, അന്നേരവും ഓൾ ലൈനിൽ ഇപ്പം മറ്റേ ഇതാണല്ലോ, ഈ ഫയലിംഗ് ആണല്ലോ. അപ്പൊ വണ്ടി ഇരുന്ന് പല യാത്രക്കിടയിലും ഫയൽ നോട്ടവും അപ്രൂവലും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ടാണ് ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ വൈകിയത്. പക്ഷെ നിങ്ങൾ കാണുന്നത് ഉത്തരവാദിത്വമില്ലായ്മയായിട്ടാണ്. ബാലഭവൻ ചെയർപേഴ്സൺ S. നാസർ, മാനേജിംഗ് കമ്മിറ്റി അംഗം ആനേടി പ്രസാദ, തീരദേശ വികസന കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ IG ഷിലു, കോർപ്പറേഷൻ കൗൺസിലർ T. ഷൈനി, ബീന സജീവ്, ഗിരിജ സുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.